ഹായ് ഓൾ. വാട്ടർമെലൺ വെച്ച് നല്ലൊരു പച്ചടി ഉണ്ടാക്കിയാലോ? ഈ വേനൽക്കാലത്ത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ ഈ വേനൽക്കാലത്ത് സുലഭമായി കിട്ടുന്നൊരു ഫ്രൂട്ടാണ് അല്ലേ. 92% ഇതിൽ ജലാംശമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ശരീരം തണുപ്പിക്കാനും നിർജ്ജലീകരണം തടയാനും ഒക്കെ ഈ ഒരു ഫ്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതേപോലെ മെയിനായൊരു കാര്യം എന്താ അറിയോ, ഒരു കപ്പ് വാട്ടർമെലണിൽ 47 കലോറിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നന്നായിട്ട് കഴിക്കാം കേട്ടോ. അതേപോലെ ഇതിൽ വൈറ്റമിൻ എയും സിയും ഒക്കെ ഒരുപാടുണ്ട്. അത് സ്കിന്നിനും പിന്നെ ഹെയറിനൊക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ്. നോർമലി വാട്ടർമെലൻ്റെ റെഡ് പോർഷനാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. പക്ഷേ അതിൻ്റെ സീഡ്സും ആ കട്ടിയുള്ള തൊലിയുടെ അടുത്തുള്ള വൈറ്റ് പോർഷനും ഒക്കെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. ഇതെല്ലാം നമുക്ക് മാക്സിമം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഈ പച്ചടിയിൽ സീഡ്സ് എടുക്കുന്നില്ല, പകരം വാട്ടർമെലൻ്റെ തൊലിയും അതുപോലെ തന്നെ ഉള്ളിലുള്ള ഫ്ലഷിൻ്റെ പോർഷനാണ് എടുക്കുന്നത്. തൊലി എടുക്കുന്ന സമയത്ത് ഏറ്റവും പുറമേയുള്ള കട്ടിയുള്ള സ്കിന്നില്ലേ, അതൊന്ന് ചെത്തി മാറ്റണം. അതേപോലെ തന്നെ ഉള്ളിലുള്ള ഫ്ലഷ് എടുക്കുമ്പോൾ അതിനുള്ളിലുള്ള കുരു മാറ്റിയെടുക്കണം. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ തൊലി കൂടുതലും പിന്നെ ഉള്ളിലുള്ള മധുരമുള്ള ഫ്ലഷിൻ്റെ പോർഷൻ കുറച്ചും എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ ആ തൊലിയോട് പറ്റി പിടിച്ചിട്ടുള്ള ഫ്ലഷിൻ്റെ പോർഷനൊന്നും നമ്മൾ അങ്ങനെ വല്ലാണ്ട് ഇളക്കി മാറ്റമൊന്നും വേണ്ട. അത് അതിൻ്റെ കൂടെ തന്നെ നൈസായിട്ടങ്ങ് അരിഞ്ഞിട്ടാൽ മതി. എന്തായാലും നന്നായിട്ട് പച്ചടിക്കൊക്കെ ഒരു പരുവല്ലേ, അതുപോലെ നൈസായിട്ട് അരിയണേ. ഈ വാട്ടർമെലനിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം, മഗ്നീഷ്യം, സിട്രുലിൻ അതൊക്കെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കണം വാട്ടർമെലൻ അരിഞ്ഞെടുക്കേണ്ടത്. ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുന്ന ലൈക്കോഫിൻ എന്നുള്ളൊരു ഘടകവും വാട്ടർമെലനിലുണ്ടത്രേ. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമല്ലേ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അരപ്പിനുള്ള ചേരുവകൾ. തേങ്ങ, പച്ചമുളക്, നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര്, കടുക്, ജീരകം, ഇത്രയാണ് അളവ്. ഞാൻ പറഞ്ഞുതരാം. തേങ്ങ ഒരു 3/4 മുറി എടുക്കാം, പിന്നെ 2 പച്ചമുളക്, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ കടുക്, പിന്നെ തൈര് 1 കപ്പ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യം ഗ്യാസ് കത്തിച്ച് ചട്ടി വയ്ക്കുക. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് തൊലിയുടെ പോർഷനാണ്. ഓക്കെ, അത് കുറച്ച് വേവ് കൂടുതലുള്ള ഭാഗമാണ്. പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടി യൂസ് ചെയ്യാവും നല്ലത്. അതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് 1-2 ദിവസം യൂസ് ചെയ്യാം, കേടാവില്ല ഈ കറി പെട്ടെന്ന്. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ആ തൊലിയോടുകൂടി കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച്, അതായത് നെകയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊന്നും ചേർക്കില്ല. എരിവിന് 2 പച്ചമുളക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് വേവാൻ ആവശ്യമുള്ളത്. പിന്നെ ഇത് വേവ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് സമയം എടുക്കും വെന്ത് വരാനായിട്ട്. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചിലർക്ക് നല്ല സോഫ്റ്റായിട്ട് വേവുന്നതായിരിക്കും ഇഷ്ടം, പക്ഷേ ചിലർക്ക് അധികം സോഫ്റ്റ് ആവാതെ കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാവും ഇഷ്ടം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേവ് അതിനനുസരിച്ച് നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം. എന്തായാലും അടുത്ത ചേരുവ ചേർക്കുന്നതിന് മുമ്പ് വെള്ളം ഒരുമാതിരി വറ്റിച്ചെടുക്കണം. അതാണ് കറക്റ്റ് പാകം. ഇപ്പോൾ ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തത് കണ്ടോ. അതെന്താണെന്ന് വെച്ചാൽ ആ സ്കിന്നിൽ പറ്റി പിടിച്ചിട്ടുള്ള റെഡ് ഫ്ലഷിൻ്റെ പോർഷനാണ് ആ കളറ് മാറിയത്. അതായത് റെഡ് ഫ്ലഷിൻ്റെ പോർഷൻ വല്ലാതെ വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കളറിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൊലിയോടുകൂടി ആ റെഡ് പോർഷൻ ആദ്യമേ ചേർത്ത് വേവിക്കാതിരുന്നത്. അതായത് തൊലി ഒന്ന് വെന്ത ശേഷം മാത്രമാണ് ആ റെഡ് പോർഷൻ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഈ വാട്ടർമെലൺ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കുമ്പോൾ അത് നമ്മുടെ അസിഡിറ്റി നിയന്ത്രിക്കാനും അതുപോലെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുടിയുടെ ഹെൽത്തിനും സ്കിന്നിൻ്റെ ഹെൽത്തിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് റെഡ് പോർഷൻ ചേർക്കുകയാണ്. ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ റെഡ് പോർഷൻ ചേർത്തത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ റെഡ് പോർഷൻ ചേർത്ത ശേഷം അധികം നമ്മൾ വേവിക്കുന്നില്ല. കാരണം വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് മാറും, കളറ് മാറും, ടെക്സ്ചർ മാറും. മാത്രമല്ല ഈ റെഡ് പോർഷൻ ചേർത്ത ശേഷം എക്സ്ട്രാ വെള്ളവും ഒഴിക്കരുത്. അതിനുള്ളിൽ നിന്ന് തന്നെ വെള്ളം റിലീസ് ചെയ്ത് വരും. കണ്ടോ, വെള്ളം ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല.
ഓക്കെ, ഇതൊന്ന് 2 മിനിറ്റ് മാത്രം ഒന്ന് തിളച്ച് വെന്താൽ മതി. അതിനുശേഷം നമ്മൾ തീ ഓഫാക്കും. തീ ഓഫാക്കിയ ശേഷമാണ് അടുത്ത സ്റ്റെപ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലിട്ട് ഇളക്കി ഉടച്ച് വേവിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ റെഡ് കളറൊക്കെ മാറി അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിലേക്ക് എത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തിളച്ചാൽ മതി. ഇപ്പോൾ എല്ലാ വീട്ടിലും വാട്ടർമെലൺ വാങ്ങാറുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ തൊണ്ടിങ്ങനെ നിങ്ങൾ കൊണ്ട് കളയല്ലേ. അപ്പോൾ ഈ റെഡ് പോർഷൻ ചേർക്കാതെ ഈ വൈറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ പച്ചടി ഉണ്ടാക്കിയിട്ടും കഴിക്കാം. അത് മധുരമില്ലാത്തൊരു ടേസ്റ്റാണ്. റെഡ് പോർഷൻ കൂടി ഇൻക്ലൂഡ് ആക്കുമ്പോൾ ചെറിയൊരു മധുരം കൂടി ഈ പച്ചടിക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം അരപ്പ് ചേർക്കുകയാണ് കേട്ടോ. ആ പാത്രമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് ചേർക്കണേ. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ, അതായത് ഉപ്പോ എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മാത്രമല്ല ഇതിൽ ഞാൻ വേറൊരു ടിപ്പ് കൂടി ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് അധികം ആരും ചെയ്യാറില്ല, പക്ഷേ പച്ചടിയുടെ ടേസ്റ്റ് കൂട്ടാൻ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഈ കറി അങ്ങനെ കേടാവൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പുറത്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല തൈരായിരിക്കണം, അത്രയേ ഉള്ളൂ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് പുറകോട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു. സോ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞ ടിപ്പ്, ഇവിടെയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കുമ്പോൾ തൈര് ചേർത്തില്ലേ, 1 കപ്പോളം. അതേ തൈരിന് 2 ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ്സിലെടുത്ത് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഈ ഒരു പച്ചടിയുടെ ഫ്ലേവർ ഒന്നുകൂടി എൻഹാൻസ് ആവും. നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചർ നമ്മുടെ പച്ചടിക്ക് നൽകും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഏത് പച്ചടിക്കും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെയുള്ള വിഭവങ്ങൾക്ക് യൂസ് ചെയ്യണേ. ഇനി വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ആവശ്യത്തിന് ചേർക്കാം. വറ്റൽമുളകൊക്കെ നന്നായിട്ട് ചേർത്താൽ ആ വറ്റൽമുളക് ഉടച്ചിട്ട് ആ പച്ചടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അങ്ങനെ നമ്മൾ താളിച്ച മിശ്രിതം കറിയിലേക്ക് ചേർത്തു. ഇതിപ്പോൾ നമുക്കിപ്പോൾ തന്നെ കൂട്ടിയിളക്കാം, അല്ല എങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച ശേഷം കൂട്ടി മിക്സ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ കറി വേനൽക്കാലത്തിന് പറ്റിയ കറിയാണ്. ഇത് കഴിക്കുമ്പോഴേ ശരീരമൊക്കെ ഒന്ന് തണുത്ത പോലെ ഫീൽ ചെയ്യും. മാത്രമല്ല നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ കളയുന്ന കാര്യമാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടല്ലോ. പിന്നെ നോമ്പ് കാലത്തൊക്കെ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരു സൈഡ് ഡിഷായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഒരു നല്ലൊരു ബെറ്റർ ഓപ്ഷനാണിത്. മാത്രമല്ല ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേടാവില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു കറി നോമ്പെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്ഫുള്ളാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ ലഞ്ചിൻ്റെ കോമ്പിനേഷൻസ് എന്താണെന്ന് നോക്കാം. ചോറിന് പപ്പടവും കൊണ്ടാട്ടമുളകും കോഴിമുട്ടയും ചെറുപയറും കൂട്ടി ചേർത്തിട്ടുള്ളൊരു തോരനും പിന്നെ ഈ പച്ചടിയാണുള്ളത്. അങ്ങനെ ചോറും പച്ചടിയും പപ്പടവും കൊണ്ടാട്ടമുളകും തോരനും പിന്നെ കുറച്ചുകൂടി പച്ചടിയൊക്കെ എടുത്തിട്ട് ഒരു ഉരുള. ഈ ഒരു ഉരുളയുടെ ഒരു ടേസ്റ്റ് അത് നിങ്ങൾ കഴിച്ച് തന്നെ അറിയണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.